ഗുരുജനങ്ങൾക്കും ഗുരു. സ്കൂളിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വിദ്യാർത്ഥി സത്യനായിരുന്നു. സത്യനേക്കാൾ 20 വയസ്സ് കൂടുതലുള്ളവർ വരെ പള്ളിക്കൂടത്തിൽ പഠിക്കാനുണ്ടായിരുന്നു അത്രേ. മണിയടിച്ചാൽ ആദ്യം അധ്യാപകർ തിരക്കുന്നത് രാജു വന്നോ എന്നാണ്. അത്രയ്ക്കിഷ്ടമായിരുന്നു അധ്യാപകർക്ക് സത്യനെ. അയ്യങ്കാർ സാറിനെ പേടിക്കാത്ത ഒരൊറ്റ വിദ്യാർത്ഥിയുമില്ല. വഴിയിൽ അദ്ദേഹത്തെ കണ്ടാൽ കുട്ടികൾ ഒളിച്ചു നടക്കും. നേരിടാൻ പേടി. ഒരിക്കൽ സത്യൻ വരുന്ന വഴി അയ്യങ്കാർ സാറും വന്നു. സത്യൻ അധ്യാപകനെ കണ്ടില്ല. പിറ്റേ ദിവസം ക്ലാസ് മോണിറ്റർ കൂടിയായ സത്യനോട് ദേഷ്യത്തോടെ അദ്ദേഹം ചോദിച്ചു, ഇന്നലെ വഴിയിൽ വച്ച് കണ്ടപ്പോൾ നീ എന്തുകൊണ്ട് എന്നെ ഗൗനിച്ചില്ല? ഗുഡ് മോർണിംഗ് പറഞ്ഞില്ല? സാർ, ഞാൻ അങ്ങയെ കണ്ടില്ല. ഞാനൊരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പുസ്തകം വാങ്ങാൻ പോയതാണ്. സത്യൻ പറഞ്ഞത് അദ്ദേഹം വിശ്വസിച്ചില്ല. നീ എന്നെ കണ്ടില്ലെന്നോ? ഇല്ല സാർ, ഞാൻ കണ്ടില്ല. സത്യം പറഞ്ഞില്ലെങ്കിൽ ശിക്ഷിക്കുമെന്ന് അധ്യാപകൻ ഭീഷണിപ്പെടുത്തി. ഒടുവിൽ സത്യൻ പറഞ്ഞു, സാർ, ഞാൻ പറഞ്ഞത് സത്യം. ഇനി അങ്ങേക്ക് വേണമെങ്കിൽ എന്നെ ശിക്ഷിക്കാം. ആ വാക്കുകൾ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ സ്പർശിച്ചു. ഹൃദയമൊരുകി. കൺകോണുകളിൽ ഈർപ്പം പൊടിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, രാജു, നിനക്കൊരിക്കലും അനാദരവ് കാണിക്കാനാകില്ല. ഞാൻ കോപിഷ്ഠനായത് എൻ്റെ പിടിപ്പുകേടാണ്. പിന്നീടൊരിക്കൽ അയ്യങ്കാർ സാർ ഒരു വൈകുന്നേരം വീട്ടിലേക്ക് സത്യനെ ക്ഷണിച്ചു. വീട്ടിലെത്തിയ ബാലനോട് അദ്ദേഹം പറഞ്ഞു, നിന്നെ ശിക്ഷിക്കണമെന്ന് ഞാൻ കരുതിയത് എന്തൊരു തെറ്റ്. എനിക്കതിന് പ്രായശ്ചിത്തം ചെയ്യണം. നമുക്ക് സുഹൃത്തുക്കളാകാം. ഒരുവന്റെ ഹൃദയം നിറഞ്ഞ നന്മ, പുണ്യഭാവം ആരെയും മാറ്റും. അപ്പോൾ അത് അവതാര പുരുഷനിൽ നിന്നായാലോ? സത്യനുടൻ പറഞ്ഞു, അരുത്. അങ്ങയുടെ സ്ഥാനം എൻ്റേതിനേക്കാൾ എത്രയോ ഉന്നതം. സൗഹൃദം സമന്മാർ തമ്മിലല്ലേ പാടുള്ളൂ. ഞാൻ വിദ്യാർത്ഥി, അങ്ങ് അധ്യാപകനും. പ്രായവും വിദ്യാഭ്യാസവും അല്ല പ്രധാനം കുട്ടി, ഹൃദയമാണ് പ്രധാനം. നീ പവിത്ര ഹൃദയത്തിന് ഉടമയാണ്, അദ്ദേഹം പറഞ്ഞു. യാത്ര പറയാൻ നേരം അദ്ദേഹം സ്നേഹപൂർവം പറഞ്ഞു, അടുത്ത മാസം പരീക്ഷയാണ്, നന്നായി പഠിക്കണേ. സത്യൻ തലയാട്ടി. പരീക്ഷയായി. അരമണിക്കൂറിനുള്ളിൽ സത്യൻ പരീക്ഷ എഴുതി പുറത്തിറങ്ങി. അയ്യങ്കാർ സാർ ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. രാജു, നന്നായി എഴുതിയില്ലേ? അദ്ദേഹം സംശയത്തോടെ ചോദിച്ചു. ഉവ്വ് സാർ, എല്ലാം എഴുതി. ശരി ഉത്തരം തന്നെ എഴുതി. ഞാൻ കള്ളം പറയില്ല, എഴുതില്ല. സത്യൻ ഉറപ്പിച്ചു പറഞ്ഞു. അടുത്ത ദിവസം ഉത്തരക്കടലാസിന്റെ ഫയലിൽ നിന്നും സത്യന്റെ ഉത്തരക്കടലാസ് എടുത്ത് അദ്ദേഹം പരിശോധിച്ചു. അദ്ദേഹത്തിന് അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങളുടെ ഉത്തരവും സത്യൻ ശരിയായി എഴുതിയിരിക്കുന്നു. അയ്യങ്കാർ സാർ ഉത്തരക്കടലാസിന് മുകളിൽ എഴുതി, വെരി വെരി ഗുഡ്. ജനാബ് മെഹബൂബ് ഖാന് സത്യനെ വലിയ കാര്യമായിരുന്നു. സത്യൻ ക്ലാസ്സിലുണ്ടെങ്കിൽ പഠിപ്പിക്കലുണ്ടാകില്ല. കുട്ടിയെ സൂക്ഷിച്ചു നോക്കും. ചിലപ്പോൾ അരികിൽ വിളിക്കും. കവിളിലും ചെവിയിലും തലോടും. കൊച്ചു കുട്ടികളെ എന്ന പോലെ കൊഞ്ചിക്കും. ചുരുക്കത്തിൽ പഠിപ്പിക്കൽ ഉണ്ടാകുകയില്ലെന്ന് സാരം. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വല്ലതുമുണ്ടാക്കിയാൽ അത് പൊതിഞ്ഞുകൊണ്ടുവരും. എന്നിട്ട് ക്ലാസ്സിൽ വെച്ചു പറയും, രാജു,
എൻ്റെ കൂടെ വരിക. ഒരിക്കൽ സത്യൻ പറഞ്ഞു, എനിക്കിത് കഴിക്കാൻ കഴിയില്ല. നിങ്ങളുടെയൊക്കെ വീട്ടിൽ മാംസഭക്ഷണം തയ്യാറാക്കുന്നതല്ലേ? അദ്ദേഹം ഉടനെ മറുപടി പറയുകയായി, അരുത്, ഇത് നിനക്കായി മാത്രം തയ്യാറാക്കിയതാണ്. ഞാൻ അത്രമാത്രം കുട്ടിയെ സ്നേഹിക്കുന്നു. ഇതിനകത്ത് മാംസമോ മത്സ്യമോ ഒന്നുമില്ല. ദയവായി കഴിക്കൂ. അദ്ദേഹത്തിന് സത്യനെ കാണുമ്പോഴേ ശരീരം തരളിതമാകും, രോമാഞ്ചമുണ്ടാകും, കണ്ണുകളിൽ നനവു പടരും. സത്യന്റെ ക്ലാസ്സിലെത്തിയാൽ അദ്ദേഹം സത്യനെ അരികിൽ വിളിക്കും. തോളിലും കവിളിലും കൈകളിലും തട്ടിത്തഴുകും, വിശേഷം ചോദിക്കും. ഈ ലാളനയൊന്നും സഹപാഠികളിൽ പലർക്കും ദഹിക്കാറില്ല. മെഹബൂബ് ഖാൻ വരുമ്പോഴേ അവർ പിറുപിറുക്കും, സത്യനെ കളിയാക്കും. മെഹബൂബ് ഖാൻ അരികിൽ വിളിച്ച് സംസാരിക്കുന്ന വേളയിൽ സത്യൻ മെല്ലെ പറയും, സാർ, ഇങ്ങനെ എന്നെ എപ്പോഴും അരികിൽ വിളിക്കരുത്, ലാളിക്കരുത്, കുട്ടികൾ തെറ്റിദ്ധരിച്ചേക്കും. മെഹബൂബ് ഖാന് അത് കേട്ട് ദേഷ്യം വന്നു. അദ്ദേഹം പറഞ്ഞു, അവർക്ക് ഇഷ്ടമുള്ള വിധം ചിന്തിക്കട്ടെ. എനിക്ക് ഭയമില്ല. ഞാനൊരു തെറ്റും ചെയ്യുന്നില്ല. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നു. അതിന് കാരണം നിന്നുള്ളിലുള്ള ദിവ്യത്വമാണ് കുഞ്ഞേ. അദ്ദേഹം ഭക്തിഭാവത്തോടെ പറഞ്ഞു. ഒരിക്കൽ മെഹബൂബ് ഖാന്റെ ആവശ്യപ്രകാരം സത്യൻ ഭജന രചിച്ചു. സർവമതങ്ങളുടെയും സാരം ഒന്നു തന്നെ എന്ന സത്യം വെളിപ്പെടുത്തുന്ന ഭജന. ഉറവക്കൊണ്ട ഹൈസ്കൂളിലെ പ്രധാന അധ്യാപകൻ ശ്രീ ലക്ഷ്മിപതി ആയിരുന്നു. അദ്ദേഹം സ്കൂളിൽ വന്നാലുടൻ സത്യനെ ഓഫീസിലേക്ക് വിളിക്കും. സത്യൻ ഹെഡ് മാസ്റ്ററുടെ മുറിയിൽ കടന്നാൽ അദ്ദേഹം വാതിലടയ്ക്കും. പിന്നീട് തൻ്റെ കസേരയിൽ സത്യനെ ഇരുത്തും. അതിനുശേഷം ബാലൻ്റെ പാദം തടവാൻ തുടങ്ങും. സാർ, അരുത്, അങ്ങിങ്ങനെയൊന്നും ചെയ്തുകൂടാ. സത്യൻ്റെ വാക്കുകൾക്ക് മറുപടിയായി ലക്ഷ്മിപതി പറയും, നിനക്കറിയില്ല കുഞ്ഞെ, നിന്നുള്ളിൽ അതിശയകരമായ മഹിമയേറിയ ദിവ്യശക്തിയുണ്ട്. തമ്മി രാജു, തെലുങ്ക് അധ്യാപകൻ. അദ്ദേഹത്തിന് സത്യനെ ഏറെ പ്രിയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരമാണ് ചെപ്പിനെട്ടു ചേസ്താര എന്ന നാടകം ബാലസായി രചിച്ചത്. പൂർവജന്മ സുകൃതത്താൽ മാത്രമേ അവതാര പുരുഷനിലെ അന്തർലീനമായ മഹിമയെ ഒരുവന് കണ്ടെത്താനാകൂ. ജയ് സായിറാം.